ഹലോ, ഇന്നലെ രാത്രി പുറത്തു പോയ കാരണം കൊണ്ട് കുറച്ച് നേരം വൈകിട്ട് വന്ന് പുതിയ പനിയനൊക്കെ ഇട്ടിട്ടൊക്കെ ഇടുന്നത്. അത് കാരണം കൊണ്ട് അത് മാറ്റിയിട്ടാവാൻ ബാക്കി പരിപാടികളെന്ന് വെച്ചു. പുറത്തിറങ്ങിയപ്പോ തന്നെ നമുക്കുള്ള പണി റെഡി ആയിട്ടിരിക്കുന്നുട്ടാ. നമ്മുടെ കുട്ടി വണ്ടിയിൽ അരിഞ്ചാക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അത് നേരെ വീടിന്റെ പിന്നിൽ കൊണ്ട് ഇറക്കേ വേണ്ടു. അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ചുള്ള അരിയാണ്ടാ. അതിന് നേരെ ചാക്കിലാക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കലാണ് അച്ഛന്റെ പരിപാടി. ഞാൻ മാത്രല്ല കേട്ടാ, ഇത് ചേട്ടനും ചെയ്യാറുണ്ട്. പക്ഷെ ചേട്ടനെന്ന് വേറെ പണി കിട്ടിയ കാരണം കൊണ്ടാണ് എനിക്കിതൊന്ന് ചെയ്യേണ്ടി വന്നത്. ഇനി ഇവനെടുത്തിട്ട് അടുത്ത വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണട്ടാ. കഴുകി വെച്ചുള്ള അരി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കനണ്ട് കേട്ടാ. ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാല് ഇതുപോലെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് വേണം ഓരോ ദിവസം കടന്നു പോവാൻ. കഴിഞ്ഞ ദിവസം അച്ഛന്റെ കൂട്ടുകാരൻ പാടത്തുനിന്ന് പിടിച്ച കുറച്ച് മീനിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് നന്നാക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി ട്ടാ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗമണ്ട സാധനത്തിനാ നമ്മൾ എടുത്തുള്ളു. ബാക്കി രണ്ടെണ്ണം കൂടി അതിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീന് ഈ പാടത്തെ മീനാണ്ടാ. അതില് മൈ ഫേവറേറ്റ് ഒന്നാണ് ഈ വരാല്. കത്തിക്കാണെങ്കിൽ ഒട്ടും മൂർച്ചയുണ്ടായില്ല. അത് കാരണം കൊണ്ട് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് സാധനം ട്ടാ ഈ വരാൽ എന്ന് പറഞ്ഞത്. ഇത് വറുത്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറൊരു മീനും വറുത്ത് കഴിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊക്കെ കഴുകിയിട്ട് ബക്കറ്റ് നിറച്ച് വെള്ളവും പിടിച്ചിട്ട് നമ്മുടെ കൃഷിയിടത്തിലേക്ക് പോയി അത്യാവശ്യം രീതിയിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കൂട്ടാ. അങ്ങനെ നനയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അടുക്കള വന്ന് കയറിയപ്പോ അമ്മ അവിടെ ഒരു നട ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പുള്ള കാരണം കൊണ്ട് വേഗം പോയി കുളിച്ച്. മീൻ നന്നാക്കിയുള്ള കാരണം കൊണ്ട് അതിന്റെ മണം സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടും ഞാൻ വേഗം കുളിച്ചു. കാലത്തെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കേണ്ടത് ഉച്ചയ്ക്കാണ് ട്ടാ. സമയം പോയതാണെങ്കിൽ ഒട്ടും അറിഞ്ഞില്ല. അതും കഴിച്ച വീട് ഞാൻ കുറച്ചു നേരം പടം കാണായിരുന്നു. അപ്പോഴേക്കും പിന്നെ അടുക്കളയിൽ നിന്ന് നല്ല മണം വന്നു തുടങ്ങി. അപ്പൊ അതും കഴിച്ച്. അപ്പൊ ഓക്കെ ബൈ ട്ടാ. അടുത്തൊരു വീഡിയോയിൽ കാണാം.